ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ കട്ട് പീസ് കൊണ്ട് ഒരു സെൽഫോൺ ബാഗാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് അഡീഷണലായിട്ടൊരു സിബ്ബ് മാത്രം മതി. വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാം. വീഡിയോ ഫുള്ളായി കണ്ടെങ്കിൽ മാത്രമേ മെഷർമെൻ്റ് അറിയാൻ പറ്റൂ. ആദ്യം നമ്മൾ സ്ക്വയർ തുണി എടുക്കണം. എന്നിട്ടത് 4ആയി മടക്കി ഫോണിൻ്റെ അളവിനായിട്ട് ബാക്കി വരുന്ന ഭാഗം വെട്ടിക്കളഞ്ഞു ഇതുപോലെ എടുക്കുക. നമ്മൾ ചുരിദാറിനൊക്കെ വയ്ക്കുന്ന അതേ ടൈപ്പ് സ്റ്റിഫ് എടുക്കുക, അതേ സാക്കി എടുക്കുക. പിന്നെ ഒരു ലൈനിങ് പീസ് വേണം, അതും പീസായിട്ട് അതേ അളവിൽ തന്നെ എടുക്കുക. പിന്നെ ഇതുപോലെ 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഈ 4 ഇഞ്ചിനകത്ത് 1 ഇഞ്ച് വീതം കുറുകെ ഇതുപോലെ അടയാളപ്പെടുത്തണം. ഈ 4 ഇഞ്ച് വരുന്ന ഭാഗം ഹാൻഡ് ബാഗിൻ്റെ അടപ്പായിട്ട് ഉപയോഗിക്കും. പിന്നെ ഈ ഷീറ്റിൻ്റെ ഫുൾ സൈഡിലും, അതായത് ലെങ്തിൽ 1 ഇഞ്ച് വ്യത്യാസത്തിൽ അടയാളപ്പെടുത്തണം. ഇതുപോലെ വരച്ചെടുക്കണം. ഇതുപോലെ കിട്ടും. ഇനി വരച്ചു വെച്ച എല്ലാ സൈഡിലും നമ്മൾ സ്റ്റിച്ച് ഇട്ടിട്ട് പോകണം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെൽഫോൺ ബാഗാണിത്. ഇത് നമുക്ക് ഓഫീസിലും പിന്നെ ടെമ്പിളിലും ഒക്കെ പോകുമ്പോഴത്തേക്കും ഫോൺ മാത്രം ഫോൺ, പെൻ, ക്യാഷ് ഇത് മാത്രം എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ വലിയ ഹാൻഡ് ബാഗും പൊക്കിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. ഇത് നമ്മൾ കട്ട് പീസിലൊന്ന് ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. ഇത് നല്ല മെറ്റീരിയൽ വാങ്ങിച്ചു, ഇതിൻ്റേതായ മെറ്റീരിയൽ വാങ്ങിച്ചു ചെയ്താൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതും യൂസ് ചെയ്യാം. നല്ല മെറ്റീരിയൽ വാങ്ങിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അത് മേക്ക് ആൻഡ് സെല്ലും കൂടെയാണ്. ജീൻസിൻ്റെ മെറ്റീരിയലൊക്കെ നമുക്ക് ചെയ്യാം ഇത്. ഇനി ഇതുപോലെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. അത് 5 ഇഞ്ച് സെൻറ്ററിൽ നിന്നും, അതായത് നമ്മൾ സ്റ്റിഫും കട്ട് പീസുമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നതിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് അവിടെ നിന്ന് 2.5 അതായത് ടോട്ടൽ 5 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആരും പേടിക്കേണ്ട, ഇത് വളരെ എളുപ്പമാണ്. 5 ഇഞ്ച് വിട്ട സ്ഥലത്ത് സിബ്ബ് വയ്ക്കാനാണ്. ഇതുപോലെ സിബ്ബിൻ്റെ ചീത്ത വശം പിൻ ചെയ്ത് വയ്ക്കുക. പിന്നെ അതിൻ്റെ ചുറ്റിനും സ്ക്വയറായിട്ട്, അതായത് ചതുരത്തിൽ തയ്ച്ചെടുക്കുക. ഇലാസ്റ്റിക്, സിബ്ബ് എല്ലാം വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കെട്ടിട്ട് വേണം തയ്ക്കാൻ. അല്ലെങ്കിൽ അത് നമുക്ക് ഊരി വരാൻ ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ തന്നെ വെച്ച് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് സ്റ്റിഫും കട്ട് പീസും നമ്മൾ മെയിൻ പീസും നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ലൈനിങ്ങും കൂടെ ജോയിൻ ചെയ്തെടുക്കുക 2 സൈഡും. ഇനിയാണ് ഹാൻഡ് ബാഗിൻ്റെ അടപ്പ് ആയിട്ട് വരുന്നത് ചെയ്യുന്നത്. അപ്പോൾ അത് 4 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തിയത്. പിന്നെ റൈറ്റിലോട്ട് 2.5 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ഇതുപോലെ വരച്ച് കർവാക്കി വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനി അവിടെ ലൈനിങ് പീസ്, സ്റ്റിഫ്,
നല്ല മെയിൻ പീസ്, ഇത് മൂന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ. ബാക്കി വരുന്ന ഭാഗമെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് നീറ്റായിട്ട് എടുക്കുക. ഇപ്പോൾ എല്ലാ വശവും ജോയിൻ്റായി കഴിഞ്ഞു. ഇനി നമുക്കിത് മറിച്ചിടണം. മറിച്ചിടുന്നതിന് വേണ്ടി നമ്മൾ സിബ്ബ് തുറന്നിട്ട് അതിൽ കൈ കയറ്റി ഓരോ കോണിലും ഓരോ ചെറിയൊരു വെട്ടിട്ടേക്കണം. നമ്മൾ ചുരിദാറിൻ്റെ കഴുത്തിലൊക്കെ സ്റ്റിഫിൽ വെട്ടിടുന്നത് പോലെ. അത് വളഞ്ഞ് മടങ്ങി കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ സിബിനകത്ത് തുറന്നിട്ട് കൈയിട്ട് തിരിച്ചെടുക്കുക ഇതുപോലെ. ഇനി എല്ലാ വശത്തും ഒന്ന് പതിച്ചടിക്കണം. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഒരു സ്ട്രെയിറ്റായിട്ട് അടിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി സ്റ്റിച്ചിങ്ങിൽ. ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കടകളിൽ കൊണ്ടുപോയി വിൽക്കാനൊക്കെ സാധിക്കും. ഇനി ഇതിനെ രണ്ടായി മടക്കണം. മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക, കെട്ടിട്ട് തയ്ക്കുക. ഇനി നിവർത്തിയെടുത്തിട്ട് ഇതിനെ നാലായിട്ട് മടക്കുക, അതായത് രണ്ടായിട്ട് കൂടി മടക്കുക. അപ്പോൾ ഒരു ഫോൺ ബാഗിൻ്റെ അതുപോലെ ആയില്ലേ ഇപ്പോൾ. എന്നിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുക, കെട്ടിട്ട് തയ്ക്കണം. അത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കെട്ടിട്ട് വേണം തയ്ക്കാൻ, സ്ട്രോങ് ആയിട്ടിരിക്കാൻ. കാര്യം കഴിഞ്ഞു. സെൽഫോൺ ബാഗ് റെഡിയായി. ഇതിനെ വള്ളി വയ്ക്കണം. വള്ളി
ആവശ്യമുണ്ടെങ്കിൽ വയ്ക്കാം. വള്ളി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അത് 3 ഇഞ്ച് വീതിയും 50 ഇഞ്ച് 50 നമ്മുടെ നീളത്തിനനുസരിച്ച് 50 ഇഞ്ച് മതി, വേണമെങ്കിൽ അത്ര എടുക്കാം. 50 ഇഞ്ച് നീളം. വേസ്റ്റ് വന്ന തുണിയല്ലേ, ഇതിൽ നിന്ന് 50 ഇഞ്ച് എടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്ക് കൂട്ടിപ്പിടിപ്പിക്കാം. ഇതുപോലെ ഒന്ന് മടക്കി അടുത്ത ഇപ്പുറത്തെ സൈഡിൽ നിന്നൊന്ന് മടക്കി അതിനെ വീണ്ടും രണ്ടായിട്ട് മടക്കി ഇതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് അടിക്കുക. എന്നിട്ട് അതങ്ങ് ഹാൻഡ് ബാഗിൽ നമ്മൾ ചെയ്ത് വെച്ച പേഴ്സ് പോലത്തെ അതിനകത്ത് ബാക്ക് സൈഡിൽ പിടിപ്പിച്ച് കൊടുക്കുക. കഴിഞ്ഞു. സെൽഫോൺ ബാഗ് റെഡിയായി. ബാഗിൻ്റെ ബാക്ക് വശത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട, നമ്മൾ കൈ കൊണ്ട് തുന്നി പിടിപ്പിച്ചാൽ മതി. അതായത് മറ്റേ സൂചി കൊണ്ട് ഹെമ്മിങ് പോലെ ചെയ്താൽ മതി. സ്ട്രോങ് ആയിട്ട് ഹെമ്മിങ് ചെയ്യണം. ഇതിൽ നമുക്ക് 2 ഫോൺ വരെ വയ്ക്കാം. പിന്നെ ATM കാർഡ്, പാൻ കാർഡ്, ആധാർ കാർഡൊക്കെ വയ്ക്കാം. പിന്നെ ക്യാഷ് വയ്ക്കാം. പിന്നെ ID കാർഡ്, പേന, അങ്ങനത്തെ ഐറ്റംസൊക്കെ വയ്ക്കാം. ഇതിൽ കട്ട് പീസിൽ ചെയ്ത് പിടിച്ചിട്ട് നല്ല മെറ്റീരിയൽ വാങ്ങിച്ച് ചെയ്ത് പുറത്തൊക്കെ നമുക്ക് സെയിൽ ചെയ്യാം. ഇപ്പോൾ സെൽഫോൺ ബാഗ് റെഡി ആയിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.